പ്രിയപ്പെട്ട എല്ലാവർക്കും റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അത് മൂന്ന് സ്പ്രെഡായിട്ടാണ് എടുക്കുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളൊരു പ്രണയത്തിലാണ്, അത് നോ കോണ്ടാക്ട്സിലോ ഏത് തരത്തിലോ ആയിക്കൊള്ളട്ടെ, ആ പ്രണയത്തിൽ നിങ്ങളുടെ ഊർജ്ജം എന്താണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഊർജ്ജം എന്താണ്, ഒരു 3 മാസത്തിന് ഇപ്പുറം ഈ ബന്ധത്തിൽ എന്ത് സംഭവിക്കും. ഓരോ സ്പ്രെഡിനും ഈ 2 കാർഡ് വീതമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 3 ഡീപ്പ് മെഡിറ്റേഷൻ എടുത്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നോ കോണ്ടാക്ട്സിലുള്ളവരോ ചെറിയ വഴിക്കൂടി പിരിഞ്ഞു നിൽക്കുന്നവരോ ഇനിയിപ്പോൾ പ്രണയം പറയാൻ പോകുന്നവരോ എന്തുമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ ജനറൽ വീഡിയോ ആയതിനാൽ തന്നെ ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് മറ്റുള്ളതിനെ വിട്ടുകളയുക എന്നുള്ളതാണ് പറയാനുള്ളത്. ടൈംലെസ് വീഡിയോ ആയതിനാൽ തന്നെ ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും എപ്പോൾ കണ്ടാലും നിങ്ങളുമായിട്ടിത് ഫുള്ളി റെസിനേറ്റ് ആവുന്നതായിരിക്കും. ആ സമയം മുതൽ പ്രിയപ്പെട്ടവരെ, മുകളിൽ കാണുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജമാണ്. ഈ ബന്ധത്തിൽ നിങ്ങളുടെ ഊർജ്ജം. അപ്പോൾ നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് മിക്കവാറും നോ കോണ്ടാക്ട്സിലൊക്കെ ഒരുപാട് നാളായിട്ടുള്ളവരായിരിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും. അതല്ലാന്നുണ്ടെങ്കിൽ വൺ സൈഡ് ലവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ അവരുടെ പുറകെ നടന്നിട്ടും പ്രത്യേകിച്ച് ഒരു റിസൾട്ട് കിട്ടാത്തവർ ആയിരിക്കാം. ഇനി ജനറലായിട്ട് ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം സങ്കടത്തിലിരിക്കുന്ന ഊർജ്ജമാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കപ്സാണ് എടുത്തത്. ലൈവായിട്ട് തന്നെ നമ്മൾ എടുത്തതാണല്ലോ. 2 കപ്സിൻ്റെ ഊർജ്ജമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിലവിൽ പ്രണയത്തിൽ വളരെയധികം നിരാശനാണ്. കാരണം നിങ്ങളുടെ പ്രണയം, നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങേയറ്റം മനസ്സ് വെന്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അത് എന്താണെന്നറിയില്ല. ഇത് നിങ്ങളുടെ ഊർജ്ജമാണ്. എന്തായാലും നിങ്ങൾ വളരെയധികം നിരാശയിലാണ്. മിക്കവാറും 2 കാർഡും ഇത്തരത്തിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കടുത്ത നിരാശയിലാണ്. നിങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ ഒരു പഴയ രീതിക്കൊന്ന് ആക്റ്റീവ് ആവാനോ അങ്ങനെ ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരിക്കാം ഇത്. എന്നാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ സ്നേഹിക്കുന്ന ആരൊക്കെയോ ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ വളരെയധികം ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരൊക്കെയോ നിങ്ങൾ അതിഗാഢമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ പ്രണയവും ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട സൗഹൃദ വലയത്തിൽ പെട്ടവരിൽ തന്നെ ആയിരിക്കാം. ഇനി ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഫസ്റ്റ് കാർഡ് വന്നവരുടെ ഊർജ്ജമാണ് ഈ പറഞ്ഞത്. സെക്കൻഡ് കാർഡ് വന്നവരും ഇതേ രീതിക്ക് തന്നെ ഒരു പക്ഷേ പല സ്നേഹബന്ധങ്ങളും ഇപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ പോലും അവർക്ക് എന്തോ ഒരു നിരാശ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു നിരാശയോടുകൂടി ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഊർജ്ജം ഇതിൽ പെട്ടതാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്, അല്ലെങ്കിൽ കിറ്റ് ചെയ്യാം. ഇനി ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി കണ്ടു എന്ന് കരുതിയും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ആ വ്യക്തി ഉണ്ടല്ലോ, അവരുടെ ഊർജ്ജം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഊർജ്ജം, ആ വ്യക്തി നിലവിൽ എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിലവിൽ ഇതിനകത്ത് സങ്കടപ്പെടുകയാണോ സന്തോഷപ്പെടുകയാണോ, ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ ബന്ധം പിരിഞ്ഞു പോയെന്ന് നമുക്കറിയില്ലല്ലോ. വീട്ടുകാരുടെ എതിർപ്പാണോ, നാട്ടുകാരുടെ എതിർപ്പാണോ, ഇനി നിങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചാണോ, അതെയോ നിങ്ങൾക്ക് കുറച്ച് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റായിരുന്നാണോ, എന്തുമായിക്കോട്ടെ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ആ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഊർജ്ജം എന്താണെന്ന്. അപ്പോൾ 2 കാർഡ് എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ ചിലരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ട്. പക്ഷേ എന്ന് കരുതിയ
പക്ഷേ എന്ന് കരുതി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നോ നിങ്ങളോട് ആ സ്നേഹം വീണ്ടും പങ്കുവയ്ക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിലവിൽ ചില ബന്ധങ്ങളിലെങ്കിലും ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാർഡുകളാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും പഴയ രീതിക്കൊന്നും ഇടപഴകാൻ അവർ തയ്യാറല്ല. അവർ വൈകാരികമായിട്ടൊക്കെ അല്പം കൂടി ഉയർന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ, ഇതൊരു പക്ഷേ ജനറൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ പല പല റീസൺസ് ഉണ്ടാവാം. എന്നിരുന്നാലും ചിലരുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും ആ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴുമുണ്ട്. ഇനി കുറച്ച് പേരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ രണ്ട് കാർഡിനെ രണ്ടായിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചിലരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും ഒരു ഒന്നിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അല്പം കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്പം കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടിയിട്ട് ഈ ബന്ധത്തെ, നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. നിലവിൽ നിങ്ങളുടെ ഊർജ്ജം വളരെ ഡൗൺ ആണ്, പക്ഷേ അവരുടെ ഊർജ്ജം വളരെ പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈ പോസിറ്റീവാണ്. അവർ ഹൈ എനർജിയിലാണ് നിൽക്കുന്നത്. കിങ് ഓഫ് കപ്സ്. അതിനകത്ത് തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു ധാരണ വേണ്ട. ചെറുതായിട്ട് അവർക്ക് ഈഗോയൊക്കെ ഉണ്ടാവാം. ഞാൻ ആരുടെ മുന്നിലും പോയി കാല് പിടിക്കില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡിലൊക്കെ ആയിരിക്കാം കുറച്ച് പേര്, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പേഴ്സണിൽ കുറച്ച് പേര്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ സ്വഭാവം അനുസരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നാൽ കുറച്ച് പേര് നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളുമായിട്ട് പുതിയൊരു മനോഹരമായിട്ടുള്ള തുടക്കം, ഒരു ചുറുചുറുപ്പോടെയുള്ള ഒരു തുടക്കം കണ്ടോ. ആ ചെറുപ്പക്കാരൻ്റെ മുഖം കണ്ടോ, വളരെ ഉത്സാഹഭരിതനാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ ചിത്രത്തിലെ പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾക്കിത് കോറിലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിലും, ലവേഴ്സ് ആണെങ്കിലും, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും, ഏത് ബന്ധമാണെങ്കിലും നിങ്ങൾക്ക് ഇൻസിഡൻറ്റുമായിട്ട് കോറിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഊർജ്ജം പോസിറ്റീവാണ്. ഒരെണ്ണം ഹൈ പോസിറ്റീവാണ്, ഒരെണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ബന്ധം ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവോ എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നൊരു കാര്യം. അതായത് 3 മാസത്തിനുള്ളിൽ, ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്. എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം. എനിക്കും വല്ലാത്ത ധൃതിയായി ഇതിപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വായിച്ചു വന്നപ്പോൾ. ഇത് രണ്ടും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഒരെണ്ണം ടെമ്പറൻസ് എന്ന് പറയുന്നത് ഒരു മേജർ ആർക്കാനയാണ്, രണ്ടാമത് സ്റ്റാർ എന്ന് പറയുന്നൊരു മേജർ ആർക്കാനയാണ്. അതായത് ചിലരുടെ കാര്യത്തിലെങ്കിലും ഇത് വലിയ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ശേഷമാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായത്. അതായത് നെഗറ്റീവിലേക്ക് നിങ്ങൾ പോകാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാടധികം ഈ പ്രണയത്തിൽ ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടാവും, ഈ പ്രണയം പരാജയപ്പെട്ടതിന് ശേഷം. അപ്പോൾ അവർ നിങ്ങളൊട്ടും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആദ്യത്തെ കാർഡിൽ വളരെയധികം സങ്കടത്തിൽ നിന്നത്. പിന്നീട് അവരിൽ ചിലരെല്ലാം തന്നെ പോസിറ്റീവാണെന്നും ചിലർ ഹൈ പോസിറ്റീവാണ്, അത് നമുക്കിത്തിരി അനുകൂലമല്ലെങ്കിലും ചിലവരെങ്കിലും വളരെ സന്തോഷകരമായിട്ട് നിങ്ങളോടൊപ്പം ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഒരു 3 മാസത്തിന് ശേഷം ചിലരുടെ കാര്യത്തിൽ പുതിയൊരു തുടക്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് വലിയ ഡീപ്പായിട്ടുള്ളൊരു തുടക്കമായിരിക്കില്ല. പരിക്കുകളൊക്കെ പറ്റിയിരിക്കുന്നതാണ്. ഈ സ്റ്റാർ എന്ന് പറയുന്ന കാർഡിന് മുൻപുള്ള കാർഡ് ദ ടവർ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ആ ടവറിൻ്റെ മുകളിൽ നിന്ന് വീണ ശേഷം നിങ്ങളെയാണ് പറയുന്നത്, നിങ്ങൾ വീണ ശേഷം നിങ്ങൾ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവാണ്. ഈ കാർഡ് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുമ്പോൾ ആ ടവറിൽ നിന്ന് വീണൻ്റെ പരിക്കുകളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ബന്ധം പോസിറ്റീവായിട്ട് രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചിലരുടെ കാര്യത്തിൽ എങ്കിലും പറയുന്നത് മിതത്വം പാലിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു 3 മാസം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അല്പം വിളികളെ കുറച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളും വഴിവെക്കിൽ വെച്ച് കാണാൻ നിൽക്കാതെ, ഫോൺ കോൾസ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ മുഖേന അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു 3 മാസത്തേക്ക് മിതത്വമായിട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അല്പം കൂടി വൈകാരികമായിട്ട് ഉയർന്ന തലത്തിലേക്ക് ഉയരുകയാണെങ്കിൽ ഒരു പക്ഷേ 3 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം വന്നേക്കാം എന്നുള്ളതാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജനറൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സ്പ്രെഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്പ്രെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ജനറൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്നവ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ടുകളയാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പിശുക്ക് കാണിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്.
പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, പെയ്ഡ് സർവീസാണ് ആവശ്യം ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.